ഗേസ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചായിരുന്നു റഷ്യൻ്റെ വിസ എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വിസയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫേക്ക് ഐ ഡിയിൽ പോയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതായത് റഷ്യൻ്റെ വിസ എങ്ങനെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഒരുപാട് പേർക്ക് ഉള്ള ഒരു ഡൗട്ടാണിത്. സംഭവിച്ചാൽ കുറേ അഡ്വർടൈസ്മെന്റ് അടിച്ച് ഇറക്കി, അതുപോലെ തന്നെ വിസ വന്നു കഴിഞ്ഞാൽ ഇത് ഏത് വിസയാണ്, ഇത് റിയൽ ആണോ ഫേക്ക് ആണോ, അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് റിയൽ ആണോ ഫേക്ക് ആണോ, ഇൻവിറ്റേഷൻ റിയൽ ആണോ ഫേക്ക് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ അതുപോലെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഇതൊക്കെ ഒരു വിസന്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ഇത് ഏതാണെന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് റഷ്യ എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേസ് എൻ്റെ പേര് ഇജാസ്. അപ്പോൾ ഇന്ന് നോക്കുന്നത് വെച്ചാൽ വിസൻ്റെ സ്റ്റാറ്റസ്, നമുക്കൊരു വിസ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഒറിജിനലാണോ ഇത് ഫേക്ക് ആണോ എന്ന് നമുക്ക് സ്വന്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ റഷ്യൻ്റെ വിസ ഭൂരിഭാഗം വരുന്നത് സ്റ്റാമ്പ് അടിച്ചാണ്. അതായത് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിച്ചിട്ടാണ് റഷ്യൻ്റെ വിസ വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഡീപ്പോർട്ടേഷനാണ് വരുന്നത്. ഒരുപാട് ആളുകൾ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഡിപ്പോർട്ട് ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് മുമ്പൊക്കെ വിസ എൻക്വയറി കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. വിസ VFSൽ ഇപ്പം BFSൽ നിങ്ങൾക്ക് ഇപ്പം വിസൻ്റെ എൻക്വയറി അതുപോലെ തന്നെ അവർ വിളിക്കുന്നുണ്ട്, ഡയറക്റ്റ് വിളിക്കുന്നുണ്ട്. നിങ്ങളെ കാര്യങ്ങളൊക്കെ കറക്റ്റ് റിയൽ ആണോ ഫേക്ക് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇപ്പം നിങ്ങൾക്ക് വിസ അടിച്ച് ഇൻവിറ്റേഷൻ കിട്ടിയാൽ വിസ പഠിക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ തന്നെ ഇപ്പം ഡയറക്റ്റ് വിളിക്കാനുള്ള ഒരു സാഹചര്യം വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിമിനൽ കേസോ ക്രിമിനൽ റെക്കോർഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ടും ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും റഷ്യയിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസൻ്റെ സ്റ്റാറ്റസാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരുപാട് പേര് ഫേക്ക് വിസ ഒക്കെ അടിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അത് ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടി ഫേക്ക് ഇൻവിറ്റേഷൻ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരിക്കലും റഷ്യയിൽ ഒരു ഇൻവിറ്റേഷനോ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അത് റഷ്യൻ ലാംഗ്വേജിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. റഷ്യൻ ലാംഗ്വേജ് അല്ലാതെ ഇംഗ്ലീഷിലൊന്നും ഒരിക്കലും വരത്തില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഈ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഇംഗ്ലീഷിൽ അടിച്ചിറക്കി ആളുകളോട് ഇങ്ങനെ പറയുന്നത് ഇന്ന വേക്കൻസി അവൈലബിൾ ആണ്, ഇന്ന ഒക്കുപേഷനിൽ ഇന്ന വേക്കൻസി അവൈലബിൾ ആണെന്നൊക്കെ പറയുന്നത്. റഷ്യയിൽ നിന്ന് ഒരിക്കലും ഇംഗ്ലീഷിൽ അടിച്ചിട്ട് ഇൻവിറ്റേഷനോ കാര്യങ്ങളൊന്നും വരത്തില്ല. അത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരാൾ നിങ്ങളോട് എൻ്റെ കയ്യിൽ ഇങ്ങനെ വിസയുണ്ട്, ഈ ഒരു വർക്ക് വിസ ഉണ്ട്, അതുപോലെ തന്നെ ഇന്ന മേഖലയിൽ ജോലിയുണ്ട്, അപ്പോൾ ഇന്നതാണ് ഫീസ്, ഇന്ന ഫീസാണ്, അഡ്വാൻസ് പേയ്മെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്, വളരെ ചെറിയ രീതിയിലാണ് അഡ്വാൻസ് വിസ ചെയ്ത് കൊടുക്കുന്നത്, വളരെ ചുരുങ്ങിയ പൈസയിൽ നിങ്ങൾക്ക് വിസ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ ഒരാൾ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്, അതായത് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് നമുക്കറിയാം, ഒരുപാട് പരസ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളാണ് ഇപ്പം ഓരോ ഏജൻസികളും അടിച്ചിറക്കുന്നത്. അപ്പം നിങ്ങൾ അതിൽ വീഴാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ പരസ്യത്തിലുള്ളതൊന്നും യഥാർത്ഥത്തിൽ ജെനുവിനായിട്ടുള്ള കാര്യമല്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ പരസ്യത്തിൽ വീഴാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളാണ് അവരോട്. നിങ്ങൾക്കൊരു പരസ്യം ഇറക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ക്ലാരിഫൈ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് വിസക്ക് പൈസ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ പെട്ടുപോകും. അതിൽ ആദ്യമായിട്ട് ചോദിക്കേണ്ടത് ഈ കമ്പനി, ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ചോദിക്കേണ്ടത് വെച്ചാൽ ഈ കമ്പനി മോസ്കോയിൽ അല്ലെ റഷ്യയിൽ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ കമ്പനി ടാക്സ് അടച്ച കള്ളാസ്, ഈ കമ്പനി ടാക്സ് പേ ചെയ്യുന്നുണ്ടോ, ഈ കമ്പനിക്ക് ലേബേഴ്സിനെ നാട്ടിൽ നിന്ന് ഫോറിൻസിനെ എടുക്കാനുള്ള ലൈസൻസ് ഉണ്ടോ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി റഷ്യയിൽ എവിടെയാണ്, അതായത് ഏത് ഭാഗത്താണ്, നോർത്തിലാണോ സൗത്തിലാണോ, റഷ്യയിലെ ഏത് സ്ഥലത്താണ്, ആ സ്ഥലത്തിൻ്റെ പേര്, അഡ്രസ്സ്. അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കേണ്ട അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റഷ്യയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽ അതിൽ ഇൻക്ലൂഡ് ആവണം. ഫോൺ നമ്പർ ഇൻക്ലൂഡ് ആവണം. അതുപോലെ തന്നെ ആ കമ്പനീൻ്റെ HR ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് അവരെ ഒരുക്കി കൊടുക്കുമോ. കാരണം അങ്ങനെ ആ ഒരു കമ്പനീൻ്റെ അവർക്ക് സംസാരിക്കാൻ പറ്റുമോ ഡയറക്റ്റ് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ്, റഷ്യയിലാണെങ്കിൽ റഷ്യയിൽ അവർക്ക് അങ്ങനെ ഒരു കമ്പനി ഡയറക്റ്റ് വീഡിയോ കോൾ വിളിച്ചിട്ട് ആ കമ്പനീൻ്റെ ആളുകൾ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ നമ്പർ, ഈവൻ അതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഫോൺ നമ്പർ എങ്കിലും അവരോട് ചോദിക്കുക. റഷ്യയിൽ ഏത് ഭാഗത്താണ് ഈ കമ്പനി ലൊക്കേറ്റ് ചെയ്യുന്നത്, കമ്പനിയുടെ പേരെന്താണ്, കമ്പനിയുടെ ഡീറ്റെയിൽ എന്താണ്, ഇതൊക്കെ കറക്റ്റ് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ വിസക്ക് അഡ്വാൻസ് പേയ്മെൻറ്റോ കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാരണം
ഇപ്പം നിലവിൽ പ്രവർത്തനരഹിതമായിട്ടുള്ള കമ്പനീൻ്റെ അണ്ടറിലൊക്കെ നമുക്ക് വിസ അടിച്ച് ഇപ്പോൾ തന്നിട്ട് അതൊക്കെ അവിടെ വരുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഫേക്കിൽ ഒരുപാട് പേര് പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം റഷ്യയിൽ വരുമ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം റഷ്യയിൽ ഇതിനെക്കുറിച്ച് യാതൊരു നോളജ് ഇല്ലാത്ത ആളുകളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകളും. കാരണം നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ അറിയാം, ആരും അങ്ങനെ പൊതുവെ റഷ്യയിൽ ആളുകളൊക്കെ കുറവാണ് ജോലി ചെയ്യുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ ആർക്കും വലിയൊരു നോളജ് ഇല്ല. അത് തന്നെയാണ് മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റഷ്യക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. കാരണം റഷ്യൻ്റെ വിസൻ്റെ വന്നു കഴിഞ്ഞാൽ കമ്പനി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. കമ്പനി ഡീറ്റെയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സാലറി, എത്ര സാലറി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫിക്സഡ് സാലറി ആണോ, അതുപോലെ തന്നെ ഓവർ ടൈം ഉണ്ടോ, എത്ര മണിക്കൂറാണ് ജോലി, ഡ്യൂട്ടി ടൈം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം നിങ്ങളൊരു പൈസ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും റഷ്യയിൽ. കാരണം വെച്ചാൽ ഈവൻ ലാംഗ്വേജ് പോലും അറിയാത്ത ഒരു രാജ്യമാണ്. നിങ്ങൾ ലാംഗ്വേജ് ഇല്ലാത്തൊന്നും റഷ്യയിൽ പിടിച്ചേക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന വെച്ചാൽ ഇൻറ്റീരിയർ, അത് ജോബ്. ഇപ്പോൾ ഞാൻ നോക്കേണ്ടത് ഇപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷൻ, ലാഡർ കമ്പനി, ഇതൊക്കെ എനിക്ക് അറിയത്തില്ല. അത് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. ലാഡർ കമ്പനിയിൽ വേക്കൻസി ഇത് റിയൽ ആണോ ബ്രോ, അതുപോലെ തന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ റിയൽ ആണോ ബ്രോ. എനിക്ക് എങ്ങനെയാണ് ഈ ജോലികളൊക്കെ ഇന്ത്യൻസിന് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വെച്ചാൽ ഒരു ലാംഗ്വേജും കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാൾ എങ്ങനെയാണ് കമ്പനി ഡയറക്റ്റ് എടുക്കുകയാണോ, അതോ തന്നെ ഇത് വർക്ക് പെർമിറ്റ് റിയൽ ആണോ, അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഈ കാര്യം, അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ കമ്പനീൻ്റെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ക്യാഷ് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാതെ ആളാണെങ്കിൽ നിങ്ങൾ പെട്ടുപോകും, ഉറപ്പാണ്. അതുകൊണ്ട് കാരണം ഞാൻ റഷ്യൻ സിറ്റിസൺ എന്ന രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം നമുക്ക് അറിയാവുന്നതാണ്, 5 വർഷത്തോളം റഷ്യയിലുള്ളത് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം റഷ്യൻ്റെ കാര്യങ്ങളൊക്കെ പറിച്ചു. ഒരു സാധാരണ ഒരു കോമൺ ആയിട്ടുള്ള ആൾക്ക് റഷ്യയിൽ പിടിച്ചിരിക്കണമെങ്കിൽ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഗ്വേജ് ഇല്ലാതെ അവിടെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല നല്ല പുതിയ അപ്ഡേഷനായിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.